ഒപ്പന ഏത് സ്കൂളിലാണ്? ഞങ്ങൾ തിരുവനന്തപുരം പട്ടം സെൻറ് മേരീസ് സ്കൂളിലെ കുട്ടികളും അധ്യാപകരുമാണ്. ഇവരെ എത്ര നാളായിട്ട് പഠിപ്പിക്കുന്നു? ഞാൻ സ്കൂളിലെ ഇവിടെ മലയാളം അധ്യാപകനാണ്. ഓക്കെ. ഞങ്ങളിവിടെ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂളുകളിൽ ഒരു സ്കൂളാണല്ലോ പട്ടം സെൻറ് മേരീസ്. ഇവർ കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് മാസം മുതൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അഫ്സൽ എന്ന് പറയുന്നൊരു മാഷാണ് പഠിപ്പിച്ച് തുടങ്ങിയത്. നമ്മൾ സബ് ജില്ല എല്ലായിടത്തും ഫസ്റ്റ് വാങ്ങി സ്റ്റേറ്റിലേക്ക് വന്നവരാണ്. ഇവിടെ ഒപ്പനകൾ മറ്റുള്ള ഒപ്പനകൾ കണ്ടിരുന്നു. നമ്മുടെ നിലവാരം, അതായത് ഒപ്പനയുടെ നിലവാരം ഈ വർഷം എങ്ങനെയാണ്? ഇപ്പോൾ ഏകദേശം ഒരു 10ഓളം ഒപ്പന ആവുന്നു. എല്ലാം മികച്ച നിലവാരം പുലർത്തുന്നുണ്ട്. കുട്ടികൾ നന്നായിട്ട് ഡെഡിക്കേഷൻ ഈ ഒരു കലാമേഖലയിൽ കാണിക്കുന്നുണ്ട്. അത് അവരുടെ അവർക്ക് ഇന്നത്തെ കാലത്ത് ഇതൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ഇന്നത്തെ കാലത്ത് പല വഴിക്ക് പോകുന്നതിനേക്കാളും ഇങ്ങനെയുള്ള കലാമേഖലയിലേക്ക് ശ്രദ്ധ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ള അവരുടെ സൈഡ് ബിസിനസ്സുകളൊക്കെ കുറയും. അത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും രണ്ട് ടീമിനും ഏറ്റവും നല്ലത് ഇതേ കണക്കുള്ള എന്തെങ്കിലുമൊക്കെ സൈഡ് പരിപാടികൾ നമ്മൾ തന്നെ ആസൂത്രണം. നമ്മൾ സ്പോർട്സ് എന്ന് പറയുന്നത് പോലെ അതിനേക്കാളും കുറച്ചും കൂടി ഇവർക്ക് ഇതിനൊരു മാനസിക സന്തോഷം ഉണ്ടല്ലോ കലയ്ക്ക്. ഇതൊരു ഗ്രൂപ്പിൻ്റെ കളിയാണ്. അങ്ങനെ ഇവർ വളരെ കാര്യമായിട്ട് ഇവർ ഡെയിലി ഓരോ മണിക്കൂർ എങ്ങനെ ആയിരുന്നാലും സ്കൂളിൽ പ്രാക്ടീസ് ചെയ്തിട്ട് അവർ വളരെ ആർജവത്തോടു കൂടി നല്ല ഉത്സാഹത്തോടു കൂടിയാണ് ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സ്റ്റേറ്റ് വരെ വരാൻ പറ്റിയിരിക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും സ്റ്റേറ്റിൽ വന്ന് പെർഫോം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയ അധ്വാനമല്ല. നമ്മൾ അപ്പീലിൻ്റെ ഇതോ അങ്ങനെ വേറൊരു മേഖലയിലോട്ട് പോയിട്ടല്ല വന്നിരിക്കുന്നത്. അവർ ജില്ലയിൽ ഫസ്റ്റ് വാങ്ങിച്ചു. ജില്ലയിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 18 ടീമുണ്ടായിരുന്നു. 18 ടീമിൻ്റെ കൂടെ മത്സരിച്ചാണ് അവർ ഒന്നാമതെത്തി സ്റ്റേറ്റിലേക്ക് വന്നു. എല്ലാവർക്കും ഇതിൽ വലിയ സന്തോഷമുണ്ട്. ഇന്നിപ്പോൾ കണ്ടവരും പറഞ്ഞു ഇതുവരെ കളിച്ചതിൽ ഏറ്റവും മികച്ചത് ഇവരാണെന്നും. നമ്മുടെ ഫാറൂഖ് കോളേജിലൊരു മാഷ് ഒരു ലെക്ചർ വന്നിട്ട് പറഞ്ഞു, കുട്ടികളോട് വളരെ കാര്യമായിട്ട് പുള്ളി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും നല്ല മണവാട്ടിയാണ്, നല്ല പാട്ടുകാരിയായിരുന്നു സാറ്. അതിന് അഭിനന്ദിക്കാൻ വേണ്ടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇവിടെ വന്ന് അഭിനന്ദിച്ച കിട്ടൊക്കെ പോയി. അപ്പോൾ അത് അവരുടെ മനസ്സിൽ കിട്ടുന്ന ഒരു വലിയ സന്തോഷമാണ്. ഇത് ഈ ഒരു അംഗീകാരത്തിന് സമൂഹം അംഗീകരിച്ചു പോകുമ്പോഴാണ് കുട്ടികൾക്ക് അതിൻ്റെതായ ഒരു മാറ്റം ഉണ്ടാകുന്നത്. ഓക്കെ, എന്തായാലും സമ്മാനം കിട്ടട്ടെ എന്നും കൂടുതൽ നല്ല ഉറപ്പായിട്ട് എ ഗ്രേഡ് എന്തായിരുന്നാലും ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു. സാർ വന്നിട്ടില്ലേ? അഫ്സൽ സാർ. ഓക്കെ. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? സൂപ്പറായിരുന്നു. മറ്റുള്ളവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്? എല്ലാവരുടെയും നല്ലതായിരുന്നു. അപ്പൊ എല്ലാവർക്കും പ്രൈസ് കിട്ടും, നിങ്ങൾക്ക് പ്രൈസ് മറ്റുള്ളവർക്ക് കിട്ടിയ വിഷമം ഉണ്ടാവും നിങ്ങൾക്ക്? അപ്പൊ മന്ത്രി പറഞ്ഞതുപോലെ നിങ്ങൾക്കും സന്തോഷം തന്നെയായിരിക്കും. ആർക്ക് കിട്ടിക്കഴിഞ്ഞാലും നന്നായിട്ട് പെർഫോം ചെയ്തവർക്ക് പ്രൈസ് കിട്ടട്ടെ, അല്ലേ? ഓക്കെ. പിന്നെ എങ്ങനെയുണ്ട് ഒപ്പനകളൊക്കെ? നല്ല ഒപ്പനകളായിട്ട് വന്നിട്ടുണ്ടോ? മറ്റുള്ളവരെ കണ്ടായിരുന്നു നിങ്ങൾ? പിന്നെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് തൃശ്ശൂർ ഇവിടെ വന്നിട്ട്? വരാൻ പറ്റിയത് തന്നെ സന്തോഷം. പ്രതീക്ഷിച്ചതല്ല സ്റ്റേറ്റ് വരുന്നു. പ്രതീക്ഷിച്ചതല്ല സ്റ്റേറ്റ് വരുന്നു. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഗൗരി, ഗൗതമി, നക്ഷത്ര, അഭിരാമി, അർഷിത, ശ്രീപ്രിയ, വിദ്യ, സരയു, നൂറ, പ്രിയ. അപ്പൊ എന്തായാലും നിങ്ങൾക്കും പ്രൈസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറ്റവും നന്നായി പെർഫോം ചെയ്തവർക്ക് പ്രൈസ് കിട്ടട്ടെ, അല്ലേ?